ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തറ. ചിലരുടെ മുഖത്തെ അപേക്ഷിച്ച് ഈ കഴുത്തിന്റെ നിറം കുറച്ച് കൂടുതൽ ഇരുണ്ട നിറമായിട്ട് കണ്ടുവരാറില്ലേ? ഇതിനെയാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. അതായത് കഴുത്തിന് ചുറ്റുമുള്ള സ്കിന്ന് വളരെ തിക്കായി നല്ല കട്ടിയോട് കൂടി എക്സ്ട്രാ ഇരുണ്ട നിറമായിട്ട് മാറി നമ്മൾ കാണുന്നില്ലേ, ഒരു വരവര പോലെ സ്കിന്നിനെ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ഇതിനെയാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു അവസ്ഥ വരാൻ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മളെ കഴുത്തിന് ചുറ്റും ഇരുണ്ട നിറമായിട്ട് കാണുന്നത്. പക്ഷെ ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ലായ്മ കൊണ്ടാണ് ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവുന്നത് എന്നതാണ്. പക്ഷേ സത്യാവസ്ഥയിൽ പല അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് പുറമേ അതിൻ്റെ ലക്ഷണമായിട്ട് കഴുത്തിന് ചുറ്റും നമുക്ക് കറുപ്പ് നിറം ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും ആളുകൾ, പല രീതിയിലുള്ള പാക്കും അതുപോലെ പല രീതിയിൽ സ്ക്രബും ഒക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നു എന്നല്ലാതെ മാറ്റം കാണുന്നില്ല. പക്ഷെ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെൽസ് കൂടുതലായിട്ട് ഡാമേജ് ആകുമ്പം കൂടുതലായിട്ട് കറുപ്പ് നിറമാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ കാരണത്തിനെ കണ്ടെത്തി ചികിത്സിക്കുക. ഇത്തരം കാരണം നമ്മൾ കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പിനെ നമുക്ക് ഭേദപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഒരു സ്കിന്നിൻ്റെ നിറം എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക? നമ്മുടെ സ്കിന്നിൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു കോശങ്ങളുണ്ട്. ഈ കോശങ്ങളാണ് നമ്മൾ സ്കിന്നിൻ്റെ കളറിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടും തോറും സ്കിന്നിൻ്റെ കളർ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആവാൻ തുടങ്ങും. പക്ഷേ ഇത് നമ്മുടെ ബോഡിയിൽ ഒരു ഈക്വൽ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ ചില സാഹചര്യത്തിൽ ഈ ചില ഭാഗങ്ങളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുമ്പോഴാണ് ആ പ്രത്യേക ഭാഗങ്ങളിൽ ഒരു ഇരുണ്ട നിറമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കൈമുട്ടിൻ്റെ ഭാഗത്തും പിന്നെ കാൽമുട്ടിലും അതുപോലെ നമ്മളുടെ കഴുത്തിന് ചുറ്റും നമ്മളുടെ കക്ഷത്തിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു കറുപ്പ് നിറം നമ്മൾ കണ്ടുവരുന്നത്. അത് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിന് ചുറ്റും എന്തുകൊണ്ടാണ് വരുന്നത്? അതിൽ ഒരു റീസൺ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് അമിതമായിട്ടുള്ള ഭാരമാണ്. അമിതവണ്ണം, പൊണ്ണത്തടി. അപ്പോൾ ഈ ഭാരം കൂടുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുകയും ഈ ഹോർമോണൽ ഇംബാലൻസ് പ്രത്യേകിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻ, ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരിക, കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരിക, അത് ബാധിക്കുന്നത് കൂടുതലായിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷനെയുമാണ്. അത് നമ്മളുടെ കഴുത്തിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അമിതവണ്ണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സ്കിന്നിലേക്ക് ഉണ്ടാവുന്ന സർക്കുലേഷൻ കുറയുകയും, സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലെ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതിരിക്കുകയും അവിടെ വീക്കം ഉണ്ടാകുകയും ഗ്രാജുവലി കറുത്ത നിറം ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭാരം കുറയ്ക്കുന്നതിനനുസരിച്ച് ഗ്രാജുവലി ഒരു പാക്ക് പോലും ട്രൈ ചെയ്യാതെ തന്നെ നമുക്ക് ഈ സ്കിന്നിൻ്റെ കളറ്, കഴുത്തിന് ചുറ്റുമുള്ള ഒരു ഡാർക്ക് കളർ, എക്സ്ട്രാ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളറിനെ നമുക്ക് ലൈറ്റൻ അപ്പ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളിലാണെങ്കിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ ഇതുപോലെ കഴുത്തിന് ചുറ്റും ഡാർക്ക് കളർ, ഇങ്ങനെ കഴുത്തിന് ചുറ്റും ഒരു കറുപ്പ് നിറം കണ്ടുവരാറുണ്ട്. അത് ഭൂരിഭാഗം കാരണം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. കൂടുതലും നമ്മൾ ഈ വൈകുന്നേരമൊക്കെ സ്നാക്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റും പിന്നെ ബ്രെഡും പിസ്സ, ബർഗർ, ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ചില ഡ്രിങ്ക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവർക്ക് ഉൾപ്പെടുത്തി കൊടുക്കുമ്പോഴേ ബോഡിയിലേക്ക് ഫാറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിക്കുകയും ഗ്രാജുവലി അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കുഞ്ഞ് കൂടുതലായിട്ട് ശരീരഭാരം കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്താകും? കഴുത്തിന് ചുറ്റും ഡാർക്ക് കളർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞുങ്ങളിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ ഭക്ഷണ രീതി കൺട്രോൾ ചെയ്യുക. നമ്മൾ ധാന്യങ്ങൾ കൂടുതൽ കൊടുക്കാതെ, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാതെ ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറച്ചുകൊണ്ട് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പുറമേയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. മുതിർന്നവരാണെങ്കിൽ അവർക്ക് ഈ അമിതവണ്ണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഭക്ഷണ രീതി കൺട്രോൾ അല്ലയോ
അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെയിറ്റ് ബാലൻസ് ചെയ്യുക. രണ്ടാമത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പല കണ്ടീഷൻസും വരുന്നുണ്ടോ, അത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പിനെ നമുക്ക് ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. മറ്റൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് PCOD അല്ലെങ്കിൽ PCOS. ഇതിലുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം സ്വാഭാവികമായിട്ടും കഴുത്തിന് ചുറ്റും ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ പിഗ്മെന്റേഷൻ കളർ ഉണ്ടാവാറുണ്ട്. ക്ലിനിക്കിൽ കുറേ അധികം ഗേൾസ് അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് കഴുത്തിന് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കറുപ്പ് നിറമായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകം അവരോട് പറയാറുണ്ട്, പീരീഡ്സ് റെഗുലർ ആണോ, അല്ല പീരീഡ്സ് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ് വരെ ഒരു സ്പോട്ടിങ് ഉണ്ടാവാറുണ്ടോ, ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് അവരുടെ ഡയഗ്നോസ് ചോദിച്ചു വരുമ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്നത് PCOD ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ നോക്കുവാണെങ്കിൽ റെഗുലർ ആയിരിക്കും. പക്ഷേ റെഗുലർ ആണെങ്കിൽ പോലും അവർക്ക് PCODയോ PCOSോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഈ പ്രീ ഡയബറ്റിസ് ആയിട്ടുള്ള ആളുകളിൽ കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരുന്നത് നമ്മൾ ഡയബറ്റിക് ആവുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ടും ഇതൊരു ലക്ഷണമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കറുത്ത് നിറം കഴുത്തിന് ചുറ്റും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫാസ്റ്റിംഗ് ഷുഗർ നമുക്ക് നോക്കാം. HbA1c എന്നുള്ള ഒരു 3 മാസത്തെ ആവറേജ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണോ, ഇനി അതുകൊണ്ടാണോ ഇനി നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരുന്നത്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് മാറ്റുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അത് കൊണ്ടുണ്ടാവുന്ന കഴുത്തിന് ചുറ്റും ഉണ്ടാവുന്ന കറുപ്പിനെ നമുക്ക് ക്ലിയർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ഡാർക്ക് ആയിട്ടിരിക്കുക, അതായത് നോർമൽ സ്കിൻ ടോണിനേക്കാളും ഈ സൂര്യപ്രകാശം കൊള്ളുന്ന ഭാഗങ്ങളിൽ മാത്രമായിട്ടൊരു സ്കിന്നൊക്കെ കുറച്ചുകൂടി ഒന്ന് റഫായി എക്സ്ട്രാ ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ പോലെ ഒരു കളർ ഉണ്ടാകുക, ലൈക്കൻ പ്ലാനസ് എന്ന് പറയും. ആ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും നമുക്ക് കഴുത്തിന് ചുറ്റും കറുത്ത നിറം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങളിൽ എന്താണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു കാരണത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പിനെ നമുക്ക് ഭേദപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി നമുക്ക് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് ഓട്സും തേങ്ങാപ്പാലും കുക്കുംബർ ജ്യൂസും മാത്രമാണ്. അപ്പം നമ്മൾ ഓട്സ് കുറച്ച് നേരം വെള്ളത്തിൽ നമ്മൾ പൊതിർത്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് കുക്കുംബർ ജ്യൂസും ഇതിൽ ആഡ് ചെയ്ത് ഈ ഒരു പാക്ക് വീക്ക്ലി ഒരു 4 ടൈംസ് നമ്മൾ കഴുത്തിന് ചുറ്റും ഈ ഒരു കറുത്ത നിറം ഉണ്ടായിരിക്കുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും ഒക്കെ നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു തിക്നെസ്, സ്കിന്നിനെ കുറച്ചുകൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റൻ അപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത്. നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാരണത്തിനെയും കൂടി ഒന്ന് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കുമ്പോഴേ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്ട്രാ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.